ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. തന്നെ തകർക്കാനായി ചിലർ വ്യാജ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നും ഇനിയും ഇങ്ങനെയുണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആലപ്പുഴയിലെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ BJP യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം കൂടുന്നത്. മുണ്ട് മുറുക്കിയെടുത്താണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന സാഹചര്യം ഉണ്ടാക്കിയതെന്ന് അവർ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണമെന്ന് ഒരു ചാനൽ മുതലാളി വിളിച്ചു പറഞ്ഞെന്നും വെള്ളാപ്പള്ളി നടേശനെ താൻ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്ന് പറഞ്ഞുവെന്നും അവർ പറയുന്നുണ്ട്. താൻ 3ാം സ്ഥാനത്താകും എന്ന് പറയുന്ന ചാനൽ സർവേ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും ഭീകരയാണോ താൻ ഇങ്ങനെ ഇല്ലാതാക്കാനെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇത്രയും ലാത്തിചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തകയുണ്ട് കേരളത്തിലെന്നും അവർ ചോദിച്ചു വെക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വികാരാധീനയായി ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പൊട്ടിക്കരയുന്ന ഒരു രംഗമായിരുന്നു കണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ചില വാക്പോരുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രന് എതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെ KC വേണുഗോപാൽ ഇത്രമാത്രം ഭയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? മാത്രമല്ല, LDFനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നത്. മാത്രമല്ല, UDFനെ സംബന്ധിച്ചാണെങ്കിലും KC വേണുഗോപാൽ നേരിട്ട് കളത്തിലിറങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. അവിടേക്കാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത്. സ്വാഭാവികമായും രണ്ട് കരുത്തർക്കിടയിലേക്ക് ശോഭാ സുരേന്ദ്രൻ കടന്നു വരുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അത്രമാത്രം കരുത്തയാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയെ തന്നെ ആലപ്പുഴയിൽ കളത്തിലിറക്കിയത്. അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഭൂരിപക്ഷ വോട്ടുകളുടെ ശേഖരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ എവിടെയെല്ലാം തന്നെ കച്ചമുറുക്കി കളത്തിലിറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ചെന്നിറങ്ങുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJPക്ക് അനുകൂലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പെരുപ്പിക്കാനും ഉയർത്തിക്കാണിക്കുവാനും ശോഭാ സുരേന്ദ്രന് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കാറുണ്ട്. ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ ഇത് സാധിക്കുമെന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,87,729 വോട്ടുകളാണ് BJPയുടെ KS രാധാകൃഷ്ണൻ നേടിയത്. വിജയിയായ AM ആരിഫ് 4,45,981 വോട്ടുകൾ നേടി. രണ്ടാമതെത്തിയ ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ 4,35,496 വോട്ടുകളും നേടി. എന്നാൽ അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ വോട്ടിലെ എത്രത്തോളം ഉയർത്തുമെന്നാണ് ഇക്കുറി കണ്ടറിയേണ്ടത്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ A+ മണ്ഡലങ്ങളാക്കി മാറ്റാനായിട്ട് ശോഭ കാണിച്ചിട്ടുള്ള മിടുക്ക് ഇവിടെയും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വം. 2016 പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വർഷങ്ങളായി 3ാം സ്ഥാനത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന BJPക്ക് ഒരു ഉണർവ് ലഭിക്കുന്നത് 2006 O രാജഗോപാൽ മത്സരത്തിന് ഇറങ്ങിയപ്പോഴാണ്. തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ തന്നെ ഇരട്ടിയിലധികം വോട്ടുകൾ അദ്ദേഹം പിടിച്ചെടുത്തു. 2,76,067 വോട്ടുകളാണ് BJPക്ക് 2006 ലഭിച്ചത്. എങ്കിലും രാജഗോപാൽ 3ാം സ്ഥാനത്ത് തന്നെ നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2011 BJPയുടെ C ഉദയഭാനു 2,23,017 വോട്ടുകളാണ് പിടിച്ചത്. തൊട്ടടുത്ത തവണ 2016 BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നടത്തിയത് വൻ മുന്നേറ്റം തന്നെയായിരുന്നു. 4,76,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് സ്വന്തമാക്കിയത്. CPMന്റെ NN കൃഷ്ണദാസ് 3,86,075 വോട്ടുകളുമായി 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ അതേസമയം തന്നെ ഷാഫി പറമ്പിലിന് 1,74,083 വോട്ടിന്റെ ജയവുമാണ് ഉണ്ടായത്. ശോഭാ സുരേന്ദ്രൻ സൃഷ്ടിച്ച ഈ ഓളത്തിന്റെ ചുവട് പിടിച്ചാണ് മെട്രോമാൻ E ശ്രീധരൻ വിജയത്തിന്റെ തൊട്ടരികിലെത്തിയത്. 2021 വരുമ്പോൾ ഷാഫി പറമ്പിലുമായി വെറും 3,859 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് E ശ്രീധരന് ഉണ്ടായത്. 2021 ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ആദ്യത്തെ പട്ടികയിൽ തഴയപ്പെട്ട ശോഭ പാർട്ടിയിൽ നടത്തിയ ഉൾപ്പോരുകൾക്കൊടുവിലാണ് കഴക്കൂട്ടത്തെത്തിയത്. V മുരളീധരൻ മണ്ഡലം വിട്ടുകൊടുക്കേണ്ടി വന്നതുമാണ് ചരിത്രം. BDJSന്റെ തുഷാറിന് മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് ശോഭയെ ഒഴിവാക്കാനുള്ള ശ്രമം വരെ പാർട്ടിക്കുള്ളിൽ നടന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറ്റം വരുത്താൻ ശോഭയ്ക്കായി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2011 BJPയുടെ പത്മകുമാർ കഴക്കൂട്ടത്ത് സമ്പാദിച്ചത് 7,508 വോട്ടുകൾ മാത്രമായിരുന്നു. 2016 ഇത് 42,732 വോട്ടുകളായി ഉയർത്താനായിട്ട് V മുരളീധരന് സാധിച്ചു. കോൺഗ്രസിനെതിരെ ഉയർന്ന ഭരണവിരുദ്ധ വികാരവും BJPക്കും CPMനും
നേട്ടമായ തെരഞ്ഞെടുപ്പായിരുന്നു അത്. കോൺഗ്രസിന് 12,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. ഇതിനുശേഷം 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. വളരെ വൈകി തന്നെ പ്രചരണ രംഗത്തിറങ്ങിയിട്ടും പാർട്ടിക്കകത്ത് എതിർത്തർക്കങ്ങളെല്ലാം ഉണ്ടായിട്ടും ശോഭ നേടിയത് 40,193 വോട്ടുകളാണ്. വി മുരളീധരന് താല്പര്യമുള്ള സീറ്റായതിനാൽ പാലം വലി നടന്നിരിക്കാമെന്ന് അന്ന് അടക്കം പറച്ചിലുമുണ്ടായി. പുതുതായി ചേർത്ത 3,000 വോട്ടുകളും BDJS വോട്ടുകളും ചോർത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുകയുമുണ്ടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി S ഗിരിജാകുമാരി 90,528 വോട്ടുകളാണ് നേടിയത്. 2019 ശോഭ ഇത് 2,48,81 വോട്ടുകളായി ഉയർത്തിയെടുത്തു. മികച്ച മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും 1-2 സ്ഥാനത്തെത്തിയ കോൺഗ്രസിന്റെയും CPMന്റെയും വോട്ട് നിലയെ അപേക്ഷിച്ച് വളരെ പിന്നിലാണ് ആറ്റിങ്ങലിൽ BJP. എന്നാൽ അതേസമയം തന്നെ പാലക്കാട്ടെയും കഴക്കൂട്ടത്തെയും ആറ്റിങ്ങലെയും ശോഭാ സുരേന്ദ്രന്റെ വിജയം തന്നെയാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വത്തെ പോലും നയിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. സ്വാഭാവികമായും KC വേണുഗോപാലിന് ഭയം തോന്നാനുള്ള എല്ലാ സാധ്യതയും ശോഭാ സുരേന്ദ്രനിലുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നഷ്ടപ്പെട്ട ഒരേ ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായ AM ആരിഫാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോഴുള്ള സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കമെങ്കിലും KC വേണുഗോപാലിന്റെ ഭൂരിപക്ഷം നന്നേ കുറയുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ AM ആരിഫും തൊട്ടുപുറകെയുള്ളതായി കാണാൻ സാധിക്കും. പക്ഷേ അവിടെയെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകളാണ്. BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തുവരുന്ന സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോർവിളികളെല്ലാം തന്നെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും KC വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ ഉയർത്തിയ മാനനഷ്ട കേസ് പോലും ശോഭാ സുരേന്ദ്രൻ നേരിട്ടത് തീർത്തും പക്വതയോടെയായിരുന്നു. എന്തുതന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ചൂടേറിയ പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണാം.